പ്രശ്നം ചെറിയൊരു പ്രശ്നം കൊണ്ട് നിന്നുപോയതാ. അതിപ്പം 90 കൊല്ലം മുമ്പാ അത് നിന്നുപോയി. എന്നതിന് ശേഷം അത് പുനരുദ്ധാരണം ചെയ്ത് ഇപ്പം അത് 2015 മുതൽ 10 മണിക്കൂർ നിന്ന് പുറപ്പെട്ടിട്ട് എല്ലാ ദിക്കിലും പോയിട്ട് അതേ ടൗണിലും മുഖേരി, അമ്പലക്കുളങ്ങര, വട്ടോളി, ഇതൊക്കെ ഇട്ട് നെൽക്കൂട്ടി ചാനലെല്ലാം പോയിട്ട് ആ ചങ്ങന ഇങ്ങളെല്ലാം പോയിട്ട് കഥകളാക്കി ഇവിടെ ഒരു 4, 6, 5 മണിയാകുമ്പോൾ കൊടുത്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ സ്ഥാനിലെടുത്ത് ഇവിടെ മുന്നോട്ട് അമ്പലത്തിൽ ഭഗവതിയുടെ മുന്നിൽ നിന്ന് സാമു ശാക്ത ഭഗവതിയുടെ പ്രതിഷ്ഠയുണ്ട്. പ്രധാന പ്രതിഷ്ഠാതാ. പിന്നെ കൊടുക്കലുള്ളവരമ്മ ഭക്തനായ തമ്പുരാട്ടി രണ്ടാമത്, പിന്നെ ഗുരു അസുരപുത്രൻ, പിന്നെ മുടിയൻ മുടിച്ചാത്ത്, ഈ ദൈവങ്ങളെല്ലാം അവിടെ ഉണ്ട്. വെള്ളാട്ടായിട്ട് ഭഗവതിന്റെ വെള്ളാട്ട് മാസത്തിൽ കഴിക്കുന്നവരുണ്ട്. നല്ലതായിട്ട് മക്കളൊന്നും ഇല്ലേറ്റ് കൂടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങളെ വീട്ടിൽ ഇത് വെച്ച് കുടുംബയോഗം അവിടുന്ന് കുടുംബയോഗത്തിൽ ഓള് പങ്കെടുത്തവരോട് ഞാൻ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു വേണ്ടി അടുക്കേണ്ടിയില്ല ഭഗവതിനെ അമ്മേനെ എല്ലാവരെയും പ്രാർത്ഥിച്ചിട്ട് കുട്ടി ഉണ്ടാവും. ഓൾക്ക് കുട്ടിയായി 2 കുട്ടി ഇരട്ട. ഓള് ബാങ്കിൽ ജോലിക്കായി. പിന്നെ വേറൊരാള് അങ്ങ് ഒരു പാർട്ടി അതും ഇത് അറിഞ്ഞിട്ട് വന്നതാണ്. ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്നുള്ളത്. അവിടെ നിന്ന് അടുക്കേണ്ടി തന്നെയാ ക്ഷേത്രത്തിന്. അവിടെയും പേര് കൂത്തുപറമ്പിൽ നിന്ന് അടുക്കേണ്ടി തന്നെയാ. എല്ലാം അത് തന്നെയാ പേര്, വീട്ടുപേര്. വർഷം ഫെബ്രുവരി 23, 24, 25 ദിവസങ്ങളിലാണ് തറ നടന്നത്. അതിൽ 23-ാം ഡേറ്റിലെ കൊടിയേറ്റവും 24-ലെ കളതീർമുറി, കൊല്ലം വരവ്, അതോടുകൂടിയുള്ള ഒരുപാട് സംഭവങ്ങൾ കൂടി അന്ന് ഉണ്ടാവുക. 24-ന് 23-ന് വെള്ളാട്ടുണ്ടാവും രാത്രിയിൽ. 24-ന് 25-ാം തീയതി തറ രാവിലെ ഉച്ചയോടുകൂടി സമാപിക്കും. അതോടുകൂടി എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. 23-ാം തീയതി വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇപ്പം നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഭക്തജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്രമാണിത്. ഇതിനെ കുറെ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാര്യമായിട്ട് ചുറ്റുമതിൽ, പിന്നെ ഭക്ഷണം വെക്കാനുള്ള ഒരു ഭക്ഷണശാല, അങ്ങനെ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രം നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാൻ കഴിയും. അതിന് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ലൊരു സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 10 വർഷമായി തുടങ്ങി. അത് കമ്മിറ്റി ആയിട്ടാണ് പോകുന്നത്. ഇതൊരു ചെറിയ ഗ്രാമമല്ലായതുകൊണ്ട് സാമ്പത്തികമായിട്ടെല്ലാം ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഇവിടെ കൊടുങ്ങല്ലൂരമ്മയാണ് പ്രതിഷ്ഠ. ഇവിടെ പ്രധാനമായിട്ടും കുട്ടികളില്ലാത്തവരും കല്യാണം കഴിയാത്തവരായിട്ടെല്ലാം ഇവിടെ വരുന്നുണ്ട്. അവര് പ്രാർത്ഥനയും കാര്യത്തിൽ കൂടി കുട്ടികൾ ഉണ്ടായതായിട്ടും അവരുടെ വകയിൽ ഇവിടെ മാസപൂജയ്ക്ക് ഇവിടെ അവരുടെ വകയിൽ ഭക്ഷണവും ഇവിടുന്ന് പ്രാർത്ഥിച്ച് ഇവിടെ കുട്ടികളെല്ലാം ജനിച്ചവര് വകയിൽ ആ കുട്ടികളെ ഇവിടുന്നാണ് ചോറൂണ് കൊടുക്കല്. അങ്ങനെയെല്ലായിട്ട് ഇവിടെ നല്ല വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം വെച്ചാൽ ഞങ്ങളെ സാമ്പത്തികമായിട്ട് ഉള്ള ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം എല്ലാവരും കൂടി തരണം ചെയ്യാം. ഇവിടെ ചുറ്റുമതിലിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ന്യായി വരണം. ഞങ്ങള് ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും വരുവാനും. ഇപ്പോഴത്തെ ഞങ്ങളെ സെക്രട്ടറിയാണ് ശ്രീധരൻ മാഷ്, ടോറ് മൂപ്പറാണ് നയിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ ഓരോടും എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ പിന്നെ ശ്രീധരൻ മാഷ പിന്നിൽ ഞങ്ങൾ പൂർണ്ണ പിന്തുണയോടുകൂടി ഞങ്ങൾ മാഷ പിന്നിലുണ്ട്. മാഷാണ് ഈ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിട്ട് ഇത് നയിക്കുന്നത്. കഴിഞ്ഞാൽ ഇപ്പം കുടുംബക്കാർ മാത്രമാണ് ശാക്തീയ പൂജയിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ള എല്ലാ കാര്യത്തിലും പിന്നെ നാട്ടുകാരും കുടുംബവും അവരായിട്ട് യോജിച്ച് ഒരു കമ്മിറ്റിയോടെ നല്ല സന്തോഷത്തോടെ പോകുന്നുണ്ട്. കൂത്തുപറമ്പ് കുറെ 3-4 വണ്ടിയിൽ ആൾക്കാരവിടെ വന്നേ